വിജയബാബു പറഞ്ഞതിൽ തന്നെ തുടങ്ങാണ്. താങ്കളുടെ മൂന്നാമത്തെ സിനിമ അത് തിയേറ്ററിൽ പോയി ആളുകൾക്ക് കാണാൻ കഴിയാതെ പോകുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം നമുക്ക് എല്ലാവരും പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അറിയാം. എന്തുകൊണ്ടെന്ന് വിജയബാബു പറഞ്ഞു വെക്കുന്നു. പക്ഷെ എന്താണ്, താങ്കളുടെ ഡയറക്ടറാണ്, താങ്കളും ഇതുപോലെ തന്നെ ഒരു ശബ്ദമുയർത്തി രംഗത്ത് വരേണ്ട ഒരു ആവശ്യമായി വന്നിട്ട് അസോസിയേഷനിൽ വരെ താങ്കളുടെ അസോസിയേഷനിൽ ഇടപെട്ട ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിലേക്ക് മുന്നോട്ട് പോകാൻ? വിജയബാബുവിന് വ്യക്തമായ ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പണ്ട് ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ. ഇപ്പൊ പണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരാഴ്ചയ്ക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്റർ ആയ സിനിമകൾ ഇവിടെ ഒരുപാട് സിനിമകൾ നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കും, നമ്മുടെ ഒരു ലെഗസി നോക്കുവാണെങ്കിൽ. അപ്പം അതുപോലൊരു സ്പേസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് ഖൽബ്. കാരണം ഒരു കൂട്ടം പുതുമുഖങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത്. അപ്പം ആ ഒരു സ്പേസ് ഇപ്പം ഇന്നലെ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് മെയിൻ സെന്ററുകളിലൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷോ നമുക്ക് തിയേറ്റർ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സിനിമകൾ വന്നാൽ മാത്രമേ ഈ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. വിജയമായി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ഖൽബ് കണ്ടിട്ട് രഞ്ജിത്തിനോടോ നേഹയോടോ അംബിയോടോ കാർത്തികിനോടോ ഷമീറിനോടോ അല്ലെങ്കിൽ ആതിരപ്പട്ടനോടോ വെച്ച് ഒരാൾക്കൊരു പടം ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെ അങ്ങനെ എനിക്ക് ആ കഥ അവിടെ പറയാൻ പറ്റുമെന്ന് ആ ഒരു സാധ്യത ഉണ്ടായാൽ മാത്രമാണ് ഈ സിനിമയുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം നിങ്ങൾ ഈ പടം നിരാശപ്പെടുത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അതിനുള്ളതാണ് ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അതിനാണെങ്കിൽ നമുക്ക് 82 തിയേറ്ററിൽ ഇപ്പൊ സിനിമ ഓടുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ടാണ് പല സിംഗിൾ സ്ക്രീൻസും ഡബിൾ സ്ക്രീൻസിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സ് പോലുള്ള സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണിത്. കാരണം ഇഷ്ടമുള്ള പോലെ സമയം മാറ്റാം. നേരത്തെ സാജിദ് പറഞ്ഞ പഴയ സാഹചര്യത്തിൽ നമുക്കൊരു സെറ്റ് ഓഫ് തിയേറ്റേഴ്സ് ഒരാഴ്ചത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട, നമ്മളത് മാർക്കറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഹിറ്റായ ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഈ സിസ്റ്റത്തിലാണ് പ്രൊഡ്യൂസറുടെയോ ഡിസ്ട്രിബ്യൂട്ടറുടെയോ കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നത്. നമ്മളൊക്കെ ഒരു ടൈം തന്നു, ആ ടൈമിലേക്ക് നമ്മൾ ആളുകളോട് നമ്മൾ പറയുന്നു ഇന്ന ടൈമിൽ ഷോ ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ടൈമിൽ ഷോ ഉണ്ടാവില്ല. അവിടെ തമിഴ് പടമായിരിക്കും കളിക്കുന്നത്. എന്താണെന്ന് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു അത് രാവിലത്തെ ഷോയ്ക്ക് കളക്ഷനിലായിരുന്നു. രാവിലത്തെ ഷോ എത്ര മണിക്കാണ്? 9 മണിക്ക്. അതെങ്ങനെ വരും? അപ്പം അങ്ങനെയുള്ള ആർഗ്യുമെൻ്റ് ആണ് ഇത്. നമ്മൾ ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അപ്പം പിന്നെ പറയാതെ കുഴപ്പമില്ല കേട്ടോ, അടുത്ത നമ്മൾ ചെയ്തോളാം, അടുത്തതോ അപ്പം ഇതോ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ഗെയിമാണ് ഇവിടെ നടക്കുന്നത്, ഒരു ടോട്ടൽ ഗെയിമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ഒരിക്കലുമില്ല, തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി 225 പടങ്ങളിൽ എത്ര എണ്ണം OTT വരുന്നു? പെർസെൻറ്റേജ് അറിയാം? 140ഓളം സിനിമകൾ വെളിച്ചം കാണാതെ ഇരിപ്പുണ്ട്. OTT ഒക്കെ ഒരു ഫിനോമിനാണ്, അത് ഒരു ടെമ്പററി ആണ്. അതൊന്നും കൃത്യമായിട്ട് അറിയാം എനിക്ക് 2024 ഓരോരോ OTT പ്ലാറ്റ്ഫോമും എത്ര മലയാള സിനിമകളാണ് എടുക്കാൻ പോകുന്നത്. ഇതൊന്നും വരാൻ പോകുന്നില്ല. ഇനി ബോക്സ് ഓഫീസ് നല്ല സിനിമകൾ കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ OTT വന്നിട്ട് കാണാം എന്ന് പറയുന്നത് ഒരു മിഥ്യ മാത്രമാണ്. ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇറങ്ങാൻ പോകുന്ന പടങ്ങളുടെ ഒരു 25 to 30% അല്ലാതെ ഇതെല്ലാം ഈ ജനങ്ങൾ വിചാരിക്കുന്ന ഓക്കെ ഇത് OTT വന്നിട്ട് കാണാൻ, നോ, വരാൻ പോണില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുക. OTTയുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്കും ഈ പാൻ സൗത്ത് പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊണ്ടുവന്ന അവർക്ക് സബ്സ്ക്രിപ്ഷൻ ട്രൈ നടക്കുന്നുണ്ട്. അവർക്ക് എന്തിന് മലയാള സിനിമ എടുക്കണം? പല OTT പ്ലാറ്റ്ഫോംസും പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ മലയാളം ഡബിങ് കൂടെ ചേർത്തെടുക്കുമ്പോൾ മലയാള സിനിമയുടെ ബഡ്ജറ്റാണ് ഇവിടുന്ന് പോകുന്നത്. മലയാള സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മലയാളം സിനിമ കുറയാണ്. ബിക്കോസ് നമ്മളിവിടെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. ആ സ്വീകാര്യത കാണുമ്പോൾ തെറ്റൊന്നുമില്ല, നല്ല കണ്ടന്റ് കാണുന്നില്ല, ആർക്കും തെറ്റൊന്നുമില്ല. പക്ഷെ മലയാള സിനിമയുടെ അവസ്ഥ എന്താവും എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണൂ, പക്ഷെ മലയാള സിനിമയ്ക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. നമ്മുടെ തിയേറ്ററിൽ മലയാള സിനിമ ഓടിയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2 വർഷത്തിനുള്ളിൽ, 2 വർഷമൊന്നും വേണ്ട, ഈ വർഷം തന്നെ നമുക്ക് കാണാൻ എന്താവും നോക്കാം. നല്ല ഒരു ഡയറക്ടറായിട്ട് മുന്നോട്ട് ഇറങ്ങി കേസ് കൊടുത്ത് പിന്നീട് ഒരു അസോസിയേഷൻ വന്ന് അത് നോക്കാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു.
ഇപ്പൊ അതൊരു ഡയറക്ടർ തന്നെ മുന്നിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി. താങ്കൾ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളപ്പോ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റിവ്യൂസിന് എഗെയിൻസ്റ്റ് അല്ല. ഇപ്പൊ ഈ സിനിമയുടെ ബേസിൽ തിയേറ്ററിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പേരിൽ ഈ ഒരു കംപ്ലൈന്റ് ലീഗലി പോകാൻ അല്ല, അതൊന്നും ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊന്നും അതിനൊന്നും ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്നാലേ എല്ലാവരും ഉള്ളൂ എന്ന് ചിന്തിച്ച് സെൽഫ് ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പോയി എനിക്ക് തിയേറ്റർ വരുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കും ഞാൻ. അതിനെന്താ ആ ലോ നമ്മളിവിടെ നമ്മുടെ അസോസിയേഷനിൽ എടുത്താൽ അതിനെ അഗേൻസ്റ്റ് പോയാൽ എനിക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാം. ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഇല്ലല്ലോ. അത് ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി സംസാരിച്ച് അതല്ലേ ഈ കിടന്ന് ഇന്നലെ തൊട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കണം ഞാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമുക്കിനി കുറച്ച് കൽബിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ കുറച്ച് ഡയറക്ടർ